നമസ്കാരം. ലോകത്തെ ഞെട്ടിച്ച് ഇസ്രയേൽ. പശ്ചിമേഷ്യയെ യുദ്ധഭീതിയിലാക്കി ഇറാനെ ഇസ്രയേൽ ആക്രമിച്ചു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ പ്രതിരോധ സേന അപ്രതീക്ഷിത ആക്രമണം നടത്തി. ടെഹ്റാനിൽ ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ഇറാനിയൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ടെഹ്റാനിലെ യൂണിവേഴ്സിറ്റി സ്ട്രീറ്റിലും ജോംഹൌറി പ്രദേശത്തും നിരവധി മിസൈലുകൾ പതിച്ചതായാണ് റിപ്പോർട്ട്. ഇസ്രയേൽ മാധ്യമങ്ങളും ആക്രമണം സ്ഥിരീകരിച്ചു. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. പാലിയേക്കര ടോൾ ബൂത്തിൽ പുറകിലേക്കെടുത്ത കണ്ടെയ്നർ ലോറി ഇടിച്ച് ടോൾ ജീവനക്കാരന് ദാരുണാന്ത്യം. കോട്ട താണിപ്പാറ സ്വദേശി പാട്ടത്ത് വീട്ടിൽ മണികണ്ഠനാണ് മരിച്ചത്. മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിൽ ഇൻഡോർ സ്റ്റേഡിയം കം കൺവെൻഷൻ സെന്റർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ബാസ്കറ്റ്ബോൾ അക്കാദമിയും സ്കേറ്റിംഗ് അക്കാദമിയും ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. സ്കൂൾ ബസിന്റെ ഡ്രൈവറെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. പതിയാശ്ശേരി സ്വദേശികളായ പുല്ലാനി വീട്ടിൽ സുബൈർ, പുല്ലാനി വീട്ടിൽ ഷിഹാബ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. പാലിയേക്കര ടോൾ ബൂത്തിൽ പുറകിലേക്കെടുത്ത കണ്ടെയ്നർ ലോറി ഇടിച്ച് ജീവനക്കാരന് ദാരുണാന്ത്യം. കോട്ട താണിപ്പാറ സ്വദേശി പാട്ടത്ത് വീട്ടിൽ മണികണ്ഠനാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. ലോറിക്കടിയിൽപ്പെട്ട മണികണ്ഠന്റെ ദേഹത്തുകൂടി ചക്രങ്ങൾ കയറിയിറങ്ങി. ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വ്യാഴാഴ്ച വൈകിട്ട് 6:30യോടെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്കുള്ള 4ാമത്തെ ടോൾ ബൂത്തിൽ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നതിനിടെയാണ് അപകടം. ഫാസ്ടാഗിൽ പണമില്ലാതെ ബൂത്തിൽ കയറിയ ടോറസ് ലോറി പുറകിലേക്ക് മാറ്റിയിടുന്നതിനായി തൊട്ടുപിന്നിലുണ്ടായിരുന്ന കണ്ടെയ്നർ ലോറി പുറകിലേക്ക് എടുത്തപ്പോഴാണ് മണികണ്ഠനെ ഇടിച്ചത്. പിന്നിൽ നിന്ന് ലോറി വരുന്നതറിയാതെ ട്രാക്കിലെ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. കണ്ടെയ്നർ ലോറി അമിത വേഗതയിൽ പുറകോട്ടെടുത്തതാണ് അപകടത്തിനിടയാക്കിയതെന്ന് പറയുന്നു. ലോറിക്കടിയിൽപ്പെട്ട മണികണ്ഠന്റെ ദേഹത്തുകൂടി ചക്രങ്ങൾ കയറിയിറങ്ങി. ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മീഡിയ ടൈം, പുതുക്കാട്. മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിൽ ഇൻഡോർ സ്റ്റേഡിയം കം കൺവെൻഷൻ സെന്റർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ഞാനിവിടെ തലയിൽ ചൂടി വന്ന ഈ ക്യാമ്പിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് വെലോൺ വോറിയേഴ്സ്. ഇവിടെ കുഞ്ഞുങ്ങളെല്ലാം ഹിസ്റ്ററി നിർബന്ധമായി പഠിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് എന്ന് ഞാൻ നിർബന്ധം പഠിക്കുന്നു. എങ്കിലും എന്താണ് ഒരു വ്യക്തി എന്ന നിലയിൽ ആസ് ആൻ ഇൻഡിവിജ്വൽ, വാട്ട് ആർ ഓൾ യുവർ പ്രൈം റെസ്പോൺസിബിലിറ്റീസ് ടു ബി പ്രയോറിറ്റൈസ്ഡ്. ഇത് രണ്ടാണ്. Prime responsibility is vested that any human being, any being born into this part of the world, if you call it a nation, okay. If you call it a union of states, fine. But more heartful when you call it my country. So my countrymen, they have primary responsibilities and also responsibilities to be prioritized. ചെയർമാൻ ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടിന് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ബാസ്കറ്റ്ബോൾ അക്കാദമിയുടെ ഉദ്ഘാടനം ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജേക്കബ് ജോസഫ്, സ്കേറ്റിംഗ് അക്കാദമിയുടെ ഉദ്ഘാടനം സംസ്ഥാന സ്കേറ്റിംഗ് അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് VVN റെഡ്ഡിയും ചേർന്ന് നിർവഹിച്ചു. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് C സുമേഷ്, ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ജോഫി മാത്യു, BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, B ഗോപാലകൃഷ്ണൻ, ബിനു K രാജ്, അനൂപ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ ബസിന്റെ ഡ്രൈവറെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. പതിയാശ്ശേരി സ്വദേശികളായ പുല്ലാനി വീട്ടിൽ സുബൈർ, പുല്ലാനി വീട്ടിൽ ഷിഹാബ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച വൈകിട്ട് കട്ടൻ ബസാറിന് സമീപം വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നുണ്ടായ വിരോധത്തിൽ സ്കൂൾ കുട്ടികളുമായി വരികയായിരുന്ന വാഹനം തടഞ്ഞു നിർത്തിയ ഡ്രൈവറായ പടിഞ്ഞാറെ വെമ്പലൂർ അസ്മാബി കോളേജ് സ്വദേശി പൂനിലത്ത് വീട്ടിൽ അൻസിലിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. മതിലകം പോലീസ് സ്റ്റേഷൻ SHO വിമോദ്, SI മുഹമ്മദ് റാഫി, ASI വഹാബ്, GS CPOമാരായ പ്രബീൻ, ഷനിൽ, CPOമാരായ രാഗിൻ, മുഹമ്മദ് ഷൻസിൽ, ബബീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്.
കൊടുങ്ങല്ലൂരിൽ യുവതിക്ക് വാട്സപ്പ് വഴി നിരന്തരം അശ്ലീല സന്ദേശങ്ങളും ദൃശ്യങ്ങളും അയച്ച കേസിലെ പ്രതി റിമാൻഡിൽ. പാലക്കാട് കോട്ടായി സ്വദേശി ചമ്പ്രക്കുളം ഉന്നതി വീട്ടിൽ 39 വയസ്സുള്ള രജീഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജനുവരി 14-ന് പരാതിക്കാരിയുടെ ഫോണിലേക്ക് പ്രതിയുടെ നമ്പറിൽ നിന്നും തുടർച്ചയായി ഓഡിയോ വീഡിയോ കോളുകൾ വിളിക്കുകയും മുഖം മറച്ചുവെച്ച് സ്വകാര്യ ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുകയും അശ്ലീല ചേഷ്ടകൾ കാണിക്കുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രതിക്കെതിരെ ഭാരതീയ ന്യായ സംഹിത, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, കേരള പോലീസ് ആക്ട് എന്നിവയിലെ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി കോഴിക്കോട് സ്വദേശി ചാലക്കുടിയിൽ പിടിയിൽ. കോഴിക്കോട് ശിവപുരം കരുമല ചേതിലപ്പൊയിൽ വീട്ടിൽ 20 വയസ്സുള്ള രുദ്രാക്ഷാണ് അറസ്റ്റിലായത്. വെള്ളിയാഴ്ച രാവിലെ ചാലക്കുടി സൗത്ത് ജംഗ്ഷന് സമീപത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത്. ലഹരിമരുന്ന് വിൽപ്പന നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ SI അജലിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് യുവാവ് വലയിലായത്. ഇയാളുടെ പക്കൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവ് കണ്ടെടുത്തു. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അജൽ, ASI ജിബി എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കുലയിടം ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന കാവടി ഘോഷയാത്രയ്ക്ക് കുലയിടം നിബ്രാസുൽ ഇസ്ലാം ജുമാ മസ്ജിദ് അങ്കണത്തിൽ സ്വീകരണം നൽകി. അനു അലി, മാഹിൻ, ഷാനു ഹാരിസ്, ജമാൽ അൻസിൽ ജമാൽ എന്നിവർ സംസാരിച്ചു. മഹല്ല് ഭാരവാഹികൾ, യുവജനങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലിയക്കര ടോൾ ബൂത്തിൽ പുറകിലേക്കെടുത്ത കണ്ടെയ്നർ ലോറി ഇടിച്ച് ടോൾ ജീവനക്കാരന് ദാരുണാന്ത്യം. കോട്ട താണിപ്പാറ സ്വദേശി പാട്ടത്ത് വീട്ടിൽ മണികണ്ഠനാണ് മരിച്ചത്. മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിൽ ഇൻഡോർ സ്റ്റേഡിയം കം കൺവെൻഷൻ സെന്റർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ബാസ്കറ്റ്ബോൾ അക്കാദമിയും സ്കേറ്റിംഗ് അക്കാദമിയും ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. സ്കൂൾ ബസിന്റെ ഡ്രൈവറെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. പതിയാശ്ശേരി സ്വദേശികളായ പുല്ലാനി വീട്ടിൽ സുബൈർ, പുല്ലാനി വീട്ടിൽ ഷിഹാബ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.